എവിടെ ചെന്നാലും അക്രമങ്ങളോ. എന്നതായാലും എന്റെ ജീവിതം നായ നക്കിപ്പോയി. ഇനി ആരുടെ ജീവിതം എന്റേതുപോലെ ആകരുത്. ആ ഒരു നല്ല കാര്യം കൂടി ചെയ്തിട്ട് സെമിത്തേരി പോയാലും വേണ്ടിയില്ല. സ്ത്രീകൾക്കെതിരെ അതിക്രമമാണ്. ചൂതിൽ തോറ്റവരുടെ സർവ്വ സ്വത്തുക്കളും ഇപ്പോൾ ഞങ്ങളുടേതാണ്. അതിൽ പരാജിതരുടെ സഹധർമ്മിണിയും പെടും. എനക്കില്ലയോടാ അമ്മയും പെങ്ങളും. എന്തായി കാണിക്കുന്നേ? റിഹേഴ്സൽ സ്ഥലത്ത് വന്ന് അക്രമം കാണിക്കേ. എന്റെ കർത്താവേ, ക്ഷമിക്കണം. റിഹേഴ്സൽ ആയിരുന്നോ? ഞാൻ കരുതി നിങ്ങൾ ബോറന്മാർ ഒത്തുകൂടുന്ന സ്ഥലമല്ലയോ, എന്തെങ്കിലും അതിക്രമങ്ങൾ നടക്കുവാ. ഇയാള് ചത്തുപോയിരുന്നെങ്കിലോ? അയ്യോ ക്ഷമിക്കണം, ഒരു കലാകാരനല്ലേ. എന്തെങ്കിലും കിട്ടാവുന്ന ഒരു ഇരിട്ടടിയുടെ റിഹേഴ്സൽ ആണെന്ന് കരുതിയാ മതി. റിഹേഴ്സൽ ഇതാണ് അടിയെങ്കിൽ എന്തായിരിക്കും അരങ്ങേറുന്ന സ്ഥിതി? ഞാൻ ഈ പണിക്കില്ല. കലാകാരാ. ഒരഭിനയ പ്രതിഭക്ക് ഗൾഫിലേക്ക് വിസ. അവൻ അവന്റെ പാട്ടിന് പോയി. എന്നിട്ട് പകരം ഒരുത്തനെ പെടാ പാടുപെട്ട് തട്ടേക്കയറ്റാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ എന്തിനാ പൊള്ളേട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടോ കൊട്ടിയമ്പലോ, കോവിലകം. അത് തന്നെ. എന്നെ സെമിത്തേരിയിലേക്ക് കെട്ടിയെടുക്കാൻ നേരമായി എന്ന് പറയാൻ വന്നതാ ഞാൻ. എവിടെയോ തന്റെ സിൽബന്തി സുധീന്ദ്രൻ. അവനെ ഞാൻ വേറൊരു വഴിക്ക് അയച്ചിരിക്കുക. വിഷ്ണുമംഗലത്തെ വീട് ഞാൻ വാങ്ങിച്ചിരിക്കുക. അവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. അവന് അവിടെ കുറച്ച് പണിയുണ്ട്. അവനെ കിട്ടിയാൽ എനിക്ക് കുറച്ചല്ല കുറച്ചേറെ പണിയുണ്ട്. എടോ, താൻ ആ കുട്ടിക്കൊരക്കനെ കൊണ്ട് ചുടിയോറ് മുതൽ പഴഞ്ചോറ് വരെ വാരിച്ചുകൊണ്ടുന്ന ആളല്ലയോ. അവൻ എനിക്ക് തരാനുള്ള കാശിന് കണ്ടവരുടെ തട്ടുമ്പോൾ എഴുതി തരുമ്പോ താൻ വിട്ടില്ലയോ മുദ്രക്കടലാസിന്റെ ഒപ്പ്? അറിഞ്ഞും കൊണ്ട് പറ്റിക്കായിരുന്നില്ലയോ? ഇക്കണക്കിന് റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും സെക്രട്ടേറിയറ്റും ഒക്കെ ഓരോരുത്തർക്ക് എഴുതി കൊടുത്ത് കാശ് വാങ്ങുമല്ലോ ബോസും എഡിസിയും കൂടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കർത്താവിന്റെ ഭൂമി കിടത്തി പൊറപ്പിക്കാലാ ഫ്രാഡിനെ ഞാൻ. ഇന്ന് അബദ്ധത്തിലടിച്ചു. ഇനി ഒരുങ്ങി വന്ന് സർവെണ്ണത്തിനെ അടിക്കും തലയ്ക്ക്. പാഞ്ചാലി അല്ല, എല്ലാവരും കരയും. എനിക്ക് പ്രാന്താവില്ലല്ലോ കർത്താവ്. കൂടുതൽ ഇനി എന്താവാൻ? എന്താ വരട്ടെ കലാകാരി. അയ്യോ ഇവളോ ചിന്ന വേല ഇന്ന മുടിയല്ലയാ. എന്നാ അണ്ണാ ചെയ്ത് ഇതൊക്കെ ഇന്നലെ തീർക്കേണ്ടതായിരുന്നില്ലേ? ഇന്നക്ക് വേല മുടിയും മുതലാളി. ഇന്നക്ക് മുടിക്കണം, ഇല്ലെങ്കിൽ മുതലാളി മുടിയും. മുതലാളിയാ ഇതാ? നമുക്കൊക്കെ സ്വന്തമായിട്ട് ഈ ഒരു പണിയെങ്കിലും ഉണ്ട്. എന്നാ സ്വന്തമായിട്ട് ഒരു പണിയില്ലാത്ത ആളാ അണ്ണാച്ചി ഇത്. ചില ഇരപ്പന്മാർക്ക് അങ്ങനെ തോന്നും. ഉവ്വ് വേണമെങ്കിൽ കോവിലകം മുതലാളിയുടെ പകരക്കാരനാണെന്നും ചില ഇരപ്പന്മാര് ഇങ്ങനെയും പറയും. അല്ല, ഈ കണ്ണട ആരുടെയാ? എംജിആറിന്റെയാ? എംജിആറിന്റെ അല്ല, കാമരാജിന്റെ. കടപ്പുറത്ത് മണലിറക്കല്ലേ വേലവപ്പ. പുതിയ ഓണറും കുടുംബം ഉടനെ എത്തും. പണിയിറക്കട്ടോ. സുധിയേട്ടാ, കോവിലം സാറിന്റെ ഫോൺ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ, എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ വളരെ ചീപ്പായിട്ടുള്ള ചിലത് നിന്നെ ഏൽപ്പിക്കുന്നത്. എന്താ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ആര് പറഞ്ഞു? നീ പറഞ്ഞു, ഞാൻ കേട്ടു. ചിലതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് വെക്കണം. അതൊക്കെ ഒരു സ്നേഹബന്ധം ആണ്. എന്നാൽ വളരെ സ്നേഹബന്ധത്തോടുകൂടി ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. പറഞ്ഞാ പോരെ, ഞാനില്ലേ ഇവിടെ. ഞാൻ നിക്കണോ പോണോ? എന്താടാ അവിടെ? അവിടെയല്ല, ഇവിടെ 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 ഇവിടെ. അവിടെ താമസിക്കാൻ വരുന്ന ഫാമിലി 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ വന്നിറങ്ങും. വണ്ടിയുമായി പോയി അവരെ പിക്ക് ചെയ്യണം. തനിക്ക് അവരെയും അവർക്ക് തന്നെയും കണ്ടാൽ അറിയാത്തത് കൊണ്ട് എം ഉണ്ണിമേനോൻ എന്ന ബോർഡ് എഴുതി കയ്യിൽ വെക്കണം. വെച്ചാൽ മാത്രം പോരാ, അതവർ കാണത്തക്ക വിധം പിടിക്കുകയും വേണം. അല്ല, അതിന് മറ്റാരെങ്കിലും അയച്ചാ പോരെ? മതി. അതാണ് അതിന്റെ ശരി. കാരണം ഇതൊന്നും നമ്മുടെ അന്തസ്സിന് ചേർന്ന പണിയല്ലല്ലോ. അപ്പൊ നീ നിന്റെ അന്തസ്സിന് ചേർന്ന പണി വല്ലതും നോക്ക്. ഓക്കെ. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എന്റെ അന്തസ്സിന് ചേർന്ന വേറെ വല്ലവരെയും നോക്കാം. എന്തേ? അല്ല, എന്നാ പിന്നെ ഞാൻ തന്നെ. ഏത്? കോവിലകത്തിന്റെ അന്തസ്സിന് ചേർന്ന ഒരാൾ, ഒരേ ഒരാൾ. അത് ഞാൻ മാത്രമല്ല. പറഞ്ഞാ പോരെ, ഞാനില്ലേ ഇവിടെ. എന്നാ വൈകിക്കണ്ട, അന്തസ്സായിട്ട് പോയി കൂട്ടിക്കൊണ്ടുവന്നോളൂ. ഓക്കെ. പട്ടിയുടെ ജന്മം കിട്ടിയ ആ പട്ടിയായിട്ട് ജീവിക്കുക. പക്ഷെ ഏത് പട്ടിക്കൊണ്ടൊരു തലയിലെടുത്ത്? അങ്ങാടി പട്ടിയും പട്ടിയ, അമേരിക്കൻ പ്രസിഡന്റ് പട്ടിയും പട്ടിയ. എന്റെ ജീവിതം അങ്ങാടി പട്ടിയുടേതായി പോയി. പോക്ക് കണ്ട പേപ്പട്ടി തന്നെയാ. സുധീന്ദ്രൻ എന്താ ഇങ്ങനെ ഇവിടെ? പിന്നെ അമ്മാവും വരുന്നുണ്ടേ. എം ഉണ്ണിമേനോൻ ഡൽഹിയില. അവിടെ വലിയ പൊസിഷനിലാണല്ലോ. എത്ര വലിയ പൊസിഷനിലാണെങ്കിലും അമ്മാനും മരുമോനും പരസ്പരം കണ്ടല്ലറിയില്ലേ സുധീന്ദ്ര? അതിന് ബോർഡ് വെച്ച് പിടിക്കും. അമ്മാവും മരിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ബോഡിയാണ് കൊണ്ടുവരുന്നത്. പെട്ടിക്കകത്ത് പുള്ളിക്കാരനെ ഇടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ ബോർഡും പിടിച്ചു നിൽക്കുന്നത്. പോടാ പാട്ടി. അമ്മയുടെ അനന്തരവന്റെ അമ്മാവന്റെ മകന്റെ പെങ്ങളുടെ മോനായി പോയി. അല്ലെങ്കിൽ ദേശം വഴി. അമ്മാവും വരുന്നുണ്ടേ ഡൽഹിയിൽ നിന്ന്. എം ഉണ്ണിമേനോൻ.
നമ്മളെയും കാത്ത ആളാണ്. ദേ, ഹലോ ആ എവിടെ മോളെ വാ. ദാ, നമ്മളെ കൊണ്ടുപോകാൻ ആള് വന്നു. കോവിലൻ പറഞ്ഞയച്ച ഡ്രൈവർ അല്ലേ? കോവിലനല്ല, കോവിലകം ശ്രീധരൻ. ആ, സാറ് ആ. വന്നു. ഒന്ന് മാറിയേ. ബോഡി എത്തിയോ സുധീന്ദ്ര? ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ. ഇവിടെ എത്രയോ ആൾക്കാർ നിൽക്കുന്നു, ഇയാൾ എന്റെ മെക്കിട്ട് മാത്രം കയറുന്ന എന്തിനാ? അമ്മയുടെ പെങ്ങളുടെ മകന്റെ അനന്തരവന്റെ ഭർത്താവായി പോയാ എന്തു ആവാന്ന. ഈ ബാഗുകളെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചോളൂ. അല്ല, അത് പിന്നെ വണ്ടി കുറച്ച് ദൂരത്താ, നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കായിരുന്നു. ആഹാ, ഈ 4 ബാഗല്ലേ താനങ്ങ് എടുത്തു വെച്ചാ മതി. ഡൽഹിയിലെല്ലാം ഡ്രൈവേഴ്സ് ചെയ്യാറുണ്ടല്ലോ അല്ലേ മോളെ? മമ്മി, ഇത് കേരളമാ. ഉള്ള തൊഴിൽ ഇവിടെ ചെയ്യില്ല. എന്നിട്ട് കേരളം വിട്ട് പുറത്തേക്ക് പോയാലോ? ആരുടെ എച്ചിലെടുക്കാൻ തയ്യാറാ. അതെ, ചെറിയൊരു അക്ഷരാഭ്യാസവും ഒരിത്തിരി ആത്മാഭിമാനവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മലയാളികള് കഴിയുന്നതും മാന്യമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അയ്യോ, ഞങ്ങളും മലയാളികളാണ് കേട്ടോ. മുമ്പായിരുന്നു, ഇനി ആവുമെന്നും പറയാം, പക്ഷെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കൊള്ളാം, നല്ല പ്രയോഗം. തന്റെ സ്ഥലം? ഞാനിവിടെയൊക്കെ തന്നെ ഉള്ളതാ. കൊല്ലം കുറേ ഒറ്റപ്പാലം പെട്ടെങ്കിലും ഞാൻ ആ നാട്ടുകാരനാ. അവിടുത്തെ ഒരുവിധപ്പെട്ട കുടുംബങ്ങളൊക്കെ എനിക്കറിയാം. എവിടുത്തെയാ? പറഞ്ഞാൽ അറിഞ്ഞോളുന്നില്ല. അല്ല, അങ്ങനെ പറയാനായിട്ട് വലിയ കുടുംബ പേരൊന്നും ഇല്ലേ. ഞങ്ങളിവിടെ വന്ന് കൂടിയവരാ. എന്നാ പോവാ. എന്താ സാമിയേട്ടാ, പീടി അടച്ചോ? എന്തേ? കാശ് കുറെ കൊടുക്കാനില്ലേ പറ്റുകടല്ലേ? ചെറിയ കച്ചവടക്കാരല്ലേ, താങ്ങാൻ പറ്റില്ല. സാധനം തരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഉള്ള കടപ്പാടം അതിൽ നിന്ന് കിട്ടണോണ്ട് വേണ്ടേ വാങ്ങാനും കൊടുക്കാനും ഒക്കെ. അതില്ലാണ്ടാവാൻ പോണെന്ന് എല്ലാവർക്കും അറിയാം. പുതിയ അടുത്ത കുട്ടിയുടെ കേസിന് പോയിന്ന് അങ്ങാടിയിൽ പാട്ടല്ലേ. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. മുണ്ട് മുറുക്കി കൊടുക്കാം. പേടിയെന്നങ്ങനെ പറഞ്ഞു എന്ന് സുധി അറിയണ്ട. വിറ്റേട്ടൻ എന്താച്ചാ പേടിയെ കൊണ്ട് കൊടുക്കാൻ സാമിയോട് പറയുന്നേ. ഇലഞ്ഞിക്കലെ കുട്ടിയുടെ മീശത്തൂക്കം പൊന്നും കൊണ്ട് വെളിച്ചപ്പാട് അങ്ങാടിയിലോട്ട് ഇറങ്ങിയാ അത് അതിലേറെ മോശപ്പേരാ. പലിശ തന്നാ മതി ഉണ്ടാവണ കാലത്ത്. അതിങ്ങോട്ട് എന്താ കാശ് ഞാൻ തരാം. ഇതിപ്പോ ഇലഞ്ഞിക്കലെ തട്ടുംപുറത്ത് എന്റെ വെട്ടിയിൽ വെറുതെ കിടക്കുന്നതിലും നല്ലത് കുട്ടിയുടെ കഴുത്തി കിടക്കുന്ന. അതാവുമ്പോ ഈ പൊന്നിനൊരു സന്തോഷം ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇതാ വെച്ചോ. കണ്ണിച്ചോരയില്ലാത്ത പലിശക്കാരനാണെങ്കിലും കണ്ണീര് കാണുമ്പോൾ ഒരു ഇടർച്ചയാണ്. കാശ് ഞാൻ തരാം. ശാന്ത, സുധിയറിയില്ലേ? അവന്റെ മൂത്തതാ. ഡ്രൈവർ സുധീന്ദ്രന്റെയോ? അയ്യോ, എന്റെ അനിയൻ ഡ്രൈവറൊന്നുമല്ല. ഡ്രൈവിംഗ് അറിയില്ലേ കക്ഷിക്ക്? അയ്യോ, അതൊക്കെ നന്നായി അറിയാം. അവൻ ഡ്രൈവർ പണിക്ക് പോണ ആളല്ലെന്നാ പറഞ്ഞേ. എന്തേ വന്നത്? പറഞ്ഞോളൂ. അല്ല, ഇവിടെ വീട്ടില് സഹായത്തിന് ഒരാള് വേണമെന്ന് പറഞ്ഞു കേട്ടു. ഓ, ജോലിക്ക് നിൽക്കാനാണല്ലേ? അതെ,
ഒരു വീട്ടിലെ എല്ലാ പണിയും നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് ചെയ്തു വെക്കാൻ അമ്മ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനാ മൂത്തതേ. അപ്പോ ദിവസം